അണ്ണൊരു കാര്യം പറയട്ടെ, ടി വി തുടങ്ങിയ ടൈമിലുള്ള പ്ലേയേഴ്സിലെ ബാബു, ഈഗിൾ, അണ്ണൻ ഇപ്പൊ ആരും ഇല്ല, ചന്ദ്രൻ മാത്രം. എടാ ഇവരൊക്കെ ഉണ്ടടാ, ഇവർക്കൊക്കെ എന്ത് പ്രശ്നം എന്ന് പറയാൻ പറ്റും? പ്രശ്നം എന്ന് പറയാം, നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഈ ലോക്ക് വന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയായിരുന്നു. ഓക്കെ, ലോക്കോ വന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ട് ലോക്കോ ഒരു ലോക്കോ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് കുറെ നാള് നിൽക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. നമ്മൾ നമുക്ക് പൈസ കിട്ടുന്നതനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കും. EMI ഇട്ടായാലും അതിൻ്റെ ഇട്ടായാലും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. സോ ലോക്കോ പോയി കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു സാധനം എടുത്തു വെച്ച സാധനം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണ്ടേ? സോ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓഫ് കോഴ്സ് യൂട്യൂബിൽ നിന്ന് ഒരു ലിമിറ്റ് വരെ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ നിന്ന് ഒരു ലിമിറ്റ് വരെ ആ സാധനങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ചില ദിവസം സൂപ്പർ ചാറ്റ്സ് കിട്ടും, ചില ദിവസം സൂപ്പർ ചാറ്റ്സ് കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ ആഡ് റവന്യൂ ഞാൻ ഓൺ ആക്കാറ് കൂടിയില്ല, കാരണം എനിക്ക് ആഡ് റവന്യൂ അങ്ങനെ കിട്ടാറില്ല. കാരണം ചിലപ്പോൾ ആർപി കയറുകയാണെങ്കിൽ ലൈക്ക് ലെറ്റ് ബി 3000 4000 2000 3000 വാച്ചിങ് കിട്ടിക്കോട്ടെ, ബട്ട് എനിക്കൊരു ആഡ് റവന്യൂ മാസം ഒരു 25 to 30K കിട്ടുമായിരിക്കും. ഓക്കെ, സോ ആഡ് റവന്യൂ ഇല്ല. അപ്പൊ ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ സ്ട്രീം ചെയ്യുവാണെങ്കിലും സൂപ്പർ ചാറ്റ്സും മറ്റേ സ്റ്റിക്കേഴ്സും ഇത് മാത്രമേ ഉള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും അങ്ങനെയാണ്. അപ്പം അവർക്ക് ഇതിനകത്തും ടൈം സ്പെൻഡ് ചെയ്ത് മറ്റേതിനകത്തും ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാൻ എന്താണ് പറഞ്ഞത്, ടൈം കിട്ടത്തില്ല. അപ്പം എക്സ്ട്രാ എഫേർട്സ് വേണം, എക്സ്ട്രാ മറ്റേ കാര്യങ്ങൾ നോക്കണം. അടഞ്ഞു പോകണ്ടേ ബ്രോ? ലൈക്ക് ഇപ്പം എന്തൊക്കെയായാലും എന്തിനാ പറയുന്നത്, EMI ആയാലും എന്തോ ആയാലും എനിക്ക് ഫ്ലാറ്റിന് EMI ഉണ്ട്. സോ ഓഫ്കോഴ്സ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനം സൈഡിൽ കൂടെ ചെയ്യുമ്പം ഇതിനോട്ട് വരാൻ സമയം കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ അവൻ ഈ മാസം സ്ട്രീം ഇടുമെന്ന് പറഞ്ഞായിരുന്നു ബാബു. ആദ്യമല്ല, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. അന്ന് ബ്ലൈൻഡ് തിരിച്ചു ഫോർ BGMI ബ്രോ. എന്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് തിരിച്ച് കൊണ്ടുവരണമെന്നാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ എഫേർട്ടും ഇഷ്ടംപോലെ ബ്ലഡ് ആൻഡ് സ്വെറ്റും ഉള്ളൊരു സാധനമാണ് ബ്ലൈൻഡ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിലൊരു ഓർഗനൈസേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അടിക്കുക എന്ന് പറഞ്ഞതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ ഫാമിലി വരെ റിസ്ക് ചെയ്തിട്ടുള്ള ഒരു ചെയ്തായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ ലക്കിലി ആ സാധനം കിട്ടി. പക്ഷെ അതിന് പുറകെയുള്ള സാധനങ്ങൾക്ക് ഇപ്പോഴും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവനും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആർക്കായാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ വർക്കിംഗ് ഓൺ ഇറ്റ്, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ കം ബാക്ക് സൂൺ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിപ്പുണ്ട്. സോ വെരിഫൈഡ് മോഹൻലാൽ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ലാലേട്ടാ, വന്നതിൽ സന്തോഷം. ചേട്ടാ ഞാൻ ഇവിടെ ഇത്രയും കൂരം പ്രസംഗിക്കുന്ന സമയത്ത് എന്നാ GTA കളി എന്നാന്ന് പറഞ്ഞൊന്ന് സ്പാം ചെയ്യാതെ. അത് ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് പറയും, വക്കെന്ന് പറഞ്ഞ് കുറെ അവന്മാര് കമന്റ് കൂടി. അണ്ണു എനിക്ക് കുക്കിംഗ് അറിയാം. നീയൊക്കെ ഏത് സ്ട്രീമൊക്കെ കാണുന്നത്? ഇവിടെ 10-15 മിനിറ്റ് മുന്നേ ആടാ അതൊക്കെ പറഞ്ഞേ. TV ഉണ്ടാക്കിയോളം ആരെങ്കിലും ഉണ്ടാക്കിയോ? രോമാഞ്ചം ഇപ്പോഴും TV ഉണ്ടാക്കിയോളം ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. ഫ്രീ ടൈം കിട്ടുമ്പോ കുക്കിംഗ് പഠിക്ക് ജോക്കി. നിങ്ങളൊക്കെ ഏത് യൂണിവേഴ്സിലാടാ? സ്ട്രീം മുന്നോട്ട് വാടാ. GTA കളിക്കുന്നില്ല, GTA കളിക്കുന്നില്ല, GTA കളിക്കുന്നില്ല. എടാ ഇത് എന്റെ പ്രശ്നമാണോ ഇനി? ഇത് ഞാനാണോ ഇനി പുറകെ നിൽക്കുന്നേ? അതല്ല, എന്റെ കമന്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അണ്ണാ റൈസ് കാണ്, മാരേജ് ഒക്കെ വേണ്ട. പ്ലീസ് ഡോണ്ട് എന്ന് വെച്ചാൽ ഇനി ബ്ലൈൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തിനെ കുറിച്ചും ചോദിക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് കല്യാണവും GTAയുടെയും കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. ഇവിടെ ഓംലെറ്റിൽ ഉപ്പിട്ടിട്ടില്ല. May 8 മാരേജ് ആണെന്ന് വിഷയം ഗേൾ നെയിം അർച്ചന. ഇതെന്തരാ മറ്റേ പ്ലാവടി ബ്രദേഴ്സ് ആക്കിയോ നീ എന്നെ? May 8 കല്യാണം കഴിക്കാൻ പോകുന്ന വിനയവിക്കും അർച്ചനയ്ക്കും
ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുക. നിങ്ങൾ മറ്റേ സൂപ്പറായിട്ട് ജീവിക്കുക. നല്ല രീതിക്ക് പോട്ടെ. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞൊക്കെ ഗൈസ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഒരു വർഷത്തിനുള്ളിൽ ബ്ലൈൻഡ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. സിമ്പിൾ ആസ് ദാറ്റ്. ഒരു വർഷത്തിൽ ബ്ലൈൻഡ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഞാൻ എങ്ങനായിരുന്നോ വന്നേ അത് കണക്കാൻ ഒരു വർഷത്തിൽ ഞാൻ കാണും. ഞാൻ ആയിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. പിന്നെ എനിക്ക് ചില സമയം തോന്നും സ്ട്രീമിംഗ് നിർത്തണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടംപോലെ ഗൈസ് ഇതിനകത്ത് വെച്ചാൽ നമ്മൾ ടൈം ആൻഡ് എഫേർട്ട് ഇടുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ് ആക്ച്വലി. ഈ ഇത്രയും പേരോട് ചാറ്റ് ചെയ്യുക, ഇത്രയും പേരോട് ഇന്ററാക്ട് ചെയ്യാം, യുനോ ആ ഒരു സാധനമാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷെ എനിക്കിപ്പോൾ ആ ടൈം പോലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. പക്ഷെ ഞാൻ സ്ട്രീം ചെയ്യും. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു മൈ പ്രൈം. അത് അത് ഞാൻ ഒന്നും മനസ്സ് വെച്ച് നടക്കുന്ന കാര്യമേ ഉള്ളൂ. ബ്ലോഗിങ് ആയാലും എന്തായാലും എനിക്കൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പം അത് ലാഗ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഈ ഇൻകം ടാക്സിന്റെ ഇഷ്യൂസ്, മറ്റേ ഇഷ്യൂസ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. സോ ഓഫ് കോഴ്സ് ഐ ഫൈൻഡ് എ വേ. ഞാൻ ഒരു വർഷം ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോ 13/4/2025, 13/4/2026 പഴയത് കണക്കിരിക്കും ഞാൻ. ആ ഒരു ട്രാക്കിലോട്ട് വന്നു കിട്ടിയാൽ മതി. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര വർക്കഹോളിക്കാ. ലൈക്ക് എനിക്ക് വർക്കഹോളിക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ ബ്ലോഗിന്റെ സ്ഥാനത്തിലൂടെ എനിക്കൊരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 12 മണിക്കൂറും 13 മണിക്കൂറും ഒക്കെ ഇരുന്ന് പണിയെടുക്കും. എനിക്ക് ആ ഒരു ട്രാക്കിലോട്ട് എത്തി കിട്ടിയാൽ മതി. അണ്ണനും വേണ്ട ഒരു കുഞ്ഞ്. എൻ്റെ പൊന്നു മോനെ, എൻ്റെ കയ്യിൽ ഇപ്പൊ കുഞ്ഞിന്റെയും ഇതിന്റെയും ഒന്നും തോട്ട് മനസ്സിലില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് 32 ആവുന്ന സമയത്ത് ഇതാക്കണമെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് എല്ലാവരും പറയുന്ന സമയത്തായാലും ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉദ്ധരിപ്പിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അത് വേറെ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷെ എനിക്ക് എന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നറിയാം. ക്രിയേറ്റേഴ്സിനെ പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളതിലുണ്ട് കോൺട്രിബ്യൂഷൻ അറിയാം. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും ഒന്നര കാര്യം ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. ലൈക്ക് എനിക്ക് എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടോണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മോശം കാര്യം കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നല്ല. പക്ഷെ സോ ഞാൻ എങ്ങനെയാണ് വന്നേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു സാധനത്തിനകത്ത് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു പൊസിഷനിലോട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. അണ്ണാ ബിസിനസ് വല്ലതും തുടങ്ങാൻ ഫ്യൂച്ചർ ഉണ്ടോ മോനെ? ബിസിനസ് ബിസിനസ് വേണ്ട. ബിസിനസ് താല്പര്യമില്ല. കൈ പൊള്ളിയതാണ്. ഇനി കുറച്ച് നാളത്തേക്ക് ബിസിനസ് ഒന്നുമില്ല. പക്ഷെ അണ്ണന്റെ സ്ക്രീനിൽ എന്ത് വണ്ടിരിക്കുന്ന? എന്റെ സ്ക്രീനിൽ വണ്ടിരിക്കുന്ന നീ എങ്ങനെയാ കാണുന്നേ? സൈക്കോ ഉണ്ടാകൂ ബ്രോ? സൈക്കോ ഇസ് എ ക്ലോസ് ചാപ്റ്റർ ഫോർ മീ. എനിക്ക് എന്താണ് പറയുന്നത്, എനിക്കതിനകത്ത് എന്ന് പറയാനൊന്നുമില്ല. സോ സൈക്കോ ഒന്നും ഉണ്ടാവൂല. ഇപ്പൊ ഉള്ള ക്രിയേറ്റേഴ്സ് തന്നെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരൊക്കെ തന്നെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബ്ലൈൻഡും ആസ് എൻ ഓർഗൻ ടു മീ ആസ് എ പേഴ്സൺ എന്തായാലും ഒരു വർഷത്തില് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു മൈ പ്രൈം. അതിനകത്ത് ഒരു സംശയവും ഞാൻ വെക്കുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. പൂച്ചയെ പണിയവൻ എത്രയും പെട്ടെന്ന് എന്റെ പേര് മാറ്റണം. എന്തൊരു പേരാടാ ഇതൊക്കെ? പ്രകൃതി വിരുദ്ധ പേരല്ലയോടാ ഇതൊക്കെ? റിപ്പോർട്ട് ചെയ്യാൻ എന്റെ ചാനല്. മിസ്റ്റർ കിച്ചു ഹായടാ. ഹായ്. റീബിൽഡ് ഇറ്റ് ബ്രിക്ക് ബൈ ബ്രിക്ക്. ഈ കാണുന്ന പുഞ്ചിരിയും ഇതൊക്കെ ഉള്ളൂ. ഈ സ്ട്രീമിംഗ് കിട്ടുന്നോട്ട് കഴിയുന്ന സമയത്ത് മൊത്തം ശോകമാണ്. പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ വരണം ഒന്ന് ഓണാവണമെങ്കിൽ. ഈകളോ അല്ലെങ്കിൽ ബോബോ അല്ലെ വാസുവിന്റെ നൂലുകെട്ടിന് പോയായിരുന്നു. ഇല്ല ബ്രോ, ഞാൻ ആ സമയത്ത് വാസുവിന്റെ നൂലുകെട്ടിന്റെ സമയത്ത് ഞാനൊരു 4-5 കൊല്ലം കൊണ്ട് പഠിക്കുമായിരുന്നു. വീട്ടില് വിടാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ അതുകൊണ്ട് പോയിട്ടില്ല. ഫോട്ടോയും കണ്ടിട്ടില്ല. വാസുവിന്റെ നൂലുകെട്ടിന് പോയിട്ടില്ല. വാസുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഞാൻ പോയായിരുന്നു. ഇന്നായിരുന്നു അത്. ഞാൻ പോയി കണ്ടു. നല്ലതായിരുന്നു.
വാസമുണ്ട് നൂലുകെട്ടിന് പോയിട്ടുണ്ടോ? കണ്ണാപ്പിയെ പറ്റിയ ഒരു വാക്കാണോ? താല്പര്യമില്ല. എന്ത് പറയാൻ ഒരു താല്പര്യമില്ല. ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് നോർമൽ ലൈഫ് ടാസ്ക്. ടിവിയുടെ ഒരു ഗോഡ് ഫാദർ എന്നായി കളിക്കുന്നത്. എന്താണ് എന്റെ നെയിം പറയുന്നത്? ഡാനി. വെൽക്കം ടു സ്ട്രീം ഡാനി. ഗൈസ്, ഞാൻ എന്തോന്നറിയോ, എന്റെ പ്രശ്നം എന്തോന്നറിയോ, ഇത്ര നാളും എന്റെ പ്രശ്നം എന്തറിയോ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ആവോ എന്ന് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറയാതെ ഇരുന്നിരുന്ന് അത് ഒരു 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 പോയിന്റ് എത്തിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ എൻ്റെ അടുത്ത് തോന്നിപ്പോയി, എൻ്റെ അടുത്ത് തോന്നി തുടങ്ങി, ഞാൻ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ ഇങ്ങനെ ലൈക്ക് എന്തേലും നല്ലതായിട്ട് നിൽക്കുന്നതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ നമുക്ക്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും നമ്മൾ നന്നായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ എന്തോ മേരനെ അങ്ങനെ നിൽക്കുന്നേ. പക്ഷെ കൈസ്, ഇനി തൊട്ട് ഞാൻ ഭയങ്കര എന്തുവാണ് ഒഫൻഡഡ് ആയിരിക്കും. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ലൈവ് വിളിച്ചു പറയും, ആരെ പറ്റിയാണെങ്കിലും എന്തോ ആണെങ്കിലും. അപ്പം ഇനി തൊട്ട് കാണാൻ പോകുന്നത് കോൺട്രവേഴ്സി ലൈവുകളായിരിക്കും. കാലൻ ലൈന് ഉപ്പിനെ കൊണ്ട് കാലൻ ലൈനപ്പിനെ കൊണ്ട് ബാക്കി പറ കേക്കട്ടെ. കോൺട്രവേഴ്സി ആണെങ്കിൽ പറയടാ, കേക്കട്ടാ. ഗൈസ്, നിങ്ങൾക്ക് പീപ്പിൾ പ്ലീസിങ് ഫുണ്ടാ. ഡോണ്ട് ബി എ പീപ്പിൾ പ്ലീസിങ് ഫുണ്ടാ ഗൈസ്. സീരിയസ്ലി പീപ്പിൾ പ്ലീസിങ് ഫുണ്ടാ ആവരുത്.